ഹലോ അപ്പെന്ന് വന്നിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ OTT റിലീസ് അപ്ഡേറ്റ് ആയിട്ടാണ് ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ആദ്യമേ തന്നെ തമിഴ് സിനിമയായ സിറൈ എന്ന സിനിമേൻ്റെ OTT റിലീസാണ്. പടത്തിൻ്റെ OTT അവകാശങ്ങൾ നമ്മുടെ Z5 ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ Z5ലൂടെ ഈ വരുന്ന ജനുവരി മാസം 23-ാം തീയതിയാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. സിറൈ എന്ന് പറഞ്ഞ തമിഴ് സിനിമ. കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ OTT റിലീസിനായിട്ട് ജനുവരി മാസം 23-ാം തീയതി. അടുത്ത OTT അപ്ഡേറ്റ് ബോളിവുഡിൽ നിന്നാണ്. നമ്മുടെ രൺവീർ സിംഗ് അഭിനയിച്ച ഏറ്റവും പുതിയ സോൾജറിൻ്റെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ. നല്ല ട്രെൻഡിങ് തന്നെയായിരുന്നു സിനിമ കേരളത്തിലും റിലീസിന് വന്നപ്പോൾ. ഓൾമോസ്റ്റ് കേരളത്തിൽ മാത്രം 8 കോടിൻ്റെ മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പടത്തിൻ്റെ OTT റിലീസ് ജനുവരി മാസം 30-ാം തീയതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമ ഹിന്ദി പകർപ്പിലും മറ്റു ഭാഷകളിലും വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ജനുവരി മാസം 30-ാം തീയതി കാത്തിരിക്കാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് തെലുങ്ക് സിനിമേൻ്റെയാണ്. മാരിയോ എന്നാണ് ഈ ഒരു തെലുങ്ക് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അഹ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലാണ് പടം OTT റിലീസ് ചെയ്തിരിക്കുന്നത്. തെലുങ്ക് പകർപ്പിൽ മാത്രമായിട്ടാണ് നിലവിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത്. മാരിയോ എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട് OTT റിലീസിന് ശേഷം. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ അരുൺ വിജയ് കേന്ദ്ര കഥാപാത്രത്തോടെ അഭിനയിച്ച് തിയേറ്റർ റിലീസ് തമിഴ് സിനിമയാണ് റെട്ടത്തല എന്ന് പറഞ്ഞ സിനിമ. പടം ഒരു ആവറേജ് റെസ്പോൺസാണ് കാണാൻ സാധിക്കുന്നത് ടോട്ടലായിട്ട് കേരളത്തിലൊക്കെ. സിനിമയ്ക്ക് തമിഴ്നാട്ടിലൊരു ആവറേജ് കളക്ഷൻ കാണുന്നുണ്ട്. എന്തായാലും പടത്തിൻ്റെ OTT അപ്ഡേറ്റിലോട്ട് തന്നെ പോകാം. നമുക്ക് പടം നിലവിൽ ഇപ്പോൾ നമ്മുടെ ജനുവരി മാസം 21-ാം തീയതി മുതൽ നമ്മുടെ ആമസോൺ പ്രൈം, ടെൻകോട്ട, ഷോർട്ട് ഫ്ലിക്സ് എന്നീ 3 OTT പ്ലാറ്റ്ഫോമിൽ നിലവിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിൻ്റെ നല്ല അഭിപ്രായങ്ങൾ കേട്ട്. അടുത്ത OTT അപ്ഡേറ്റ് തെലുങ്ക് സിനിമയിൽ നിന്നാണ്. ചാമ്പ്യൻ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. പടത്തിൻ്റെ OTT അവകാശം നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ നമ്മുടെ ദുൽഖർ സൽമാൻ കേമിയോ റോൾ ചെയ്ത സിനിമയും കൂടിയാണ് ചാമ്പ്യൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സിൽ ഈ വരുന്ന ജനുവരി മാസം 23-ാം തീയതിയാണ് കാണാൻ സാധിക്കുന്നത്. സിനിമ തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് പടം OTT റിലീസിന് പോവുകയാണ്. ഈവൻ തമിഴ് പതിപ്പും വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് ആനക്കോണ്ട ദ മൂവി എന്ന സിനിമേൻ്റെയാണ്. നമ്മുടെ ആനക്കോണ്ട ഫ്രാഞ്ചൈസിലെ കോമഡി ആയിട്ട് ഇറക്കിയ സിനിമയാണ് ആനക്കോണ്ട മൂവി എന്ന് പറഞ്ഞ സിനിമ. ഡിസംബർ മാസമാണ് പടം റിലീസിന് വന്നത്. സിനിമേൻ്റെ റിലീസ് ജനുവരി മാസം 27-ാം തീയതിയാണ് OTT റിലീസ്. അതും ആമസോൺ പ്രൈം വീഡിയോയിൽ. എന്തായാലും കാത്തിരിക്കും നമുക്ക് 27-ാം തീയതി ജനുവരി മാസം പടത്തിൻ്റെ റിലീസിനായിട്ട് ആമസോൺ പ്രൈമിലൂടെ. അതും റെൻ്റ് ഫോർമാറ്റിലായിരിക്കും ജനുവരി 27-ാം തീയതി മുതൽ അവൈലബിൾ ആവാൻ പോകുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് തേരി ഇഷ്ക് മേ എന്ന് പറഞ്ഞ നമ്മുടെ ധനുഷ് അഭിനയിച്ച ബോളിവുഡ് സിനിമേൻ്റെയാണ്. ഇന്ന് 23-ാം തീയതി ജനുവരി മാസം മുതൽ പടം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഇങ്ങനെ 3 ഭാഷകളിലാണ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സിനിമ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത്. തേരി ഇഷ്ക് മേ എന്ന് പറഞ്ഞ സിനിമയും ക്രിസ്മസ് മാസമാണ് റിലീസിന് വന്നത്. എന്തായാലും സിനിമേൻ്റെ OTT റിലീസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ ചിക്കാട്ടിലോ എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമേൻ്റെയാണ്. പടത്തിൻ്റെ OTT അവകാശം നമ്മുടെ ആമസോൺ പ്രൈം ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ നിലവിൽ തെലുങ്ക്, ഹിന്ദി, തമിഴ് 3 ഭാഷകളിലായിട്ട് നമ്മുടെ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കാട്ടിലോ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും. കാരണം ആമസോൺ പ്രൈം തന്നെ നിർമ്മിച്ച സിനിമയും കൂടിയാണ്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ നല്ല അഭിപ്രായം കേട്ട്. അടുത്ത നമ്മുടെ കിച്ച സുദീപ് അഭിനയിച്ച ഒരു അന്യഭാഷ സിനിമേൻ്റെയാണ്, അല്ലെങ്കിൽ കന്നഡ സിനിമയാണ് മാർക്ക് എന്ന് പറഞ്ഞ സിനിമ. പടത്തിൻ്റെ OTT അവകാശങ്ങൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം ഉൾപ്പെടെ ഭാഷകളിലായിട്ട് ഇന്നിപ്പോൾ ജനുവരി 23-ാം തീയതി മുതൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കിച്ച സുദീപിൻ്റെ മാർക്ക് എന്ന സിനിമേൻ്റെയും നല്ല അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക്. സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ കാണുന്നുണ്ട്. അടുത്തൊരു ഹിന്ദി സിനിമയാണ്, അല്ലെങ്കിൽ ബോളിവുഡ് സിനിമയാണ് മസ്തി സിനിമേൻ്റെ 4-ാം ഭാഗം മസ്തി 4. പടത്തിൻ്റെ ഹിന്ദി പകർപ്പ് നിലവിൽ ഇപ്പോൾ നമ്മുടെ Z5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. മസ്തി എന്ന സിനിമേൻ്റെ 4-ാം ഭാഗം. എന്തായാലും ഈ സബ് ടൈറ്റിൽസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പടത്തിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഹിന്ദി ഭാഷയാണെങ്കിൽ പോലും. എന്തായാലും Z5ലാണ് പടം OTT റിലീസ് ചെയ്തിരിക്കുന്നത്. കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. Z5ലൂടെ മസ്തി എന്ന സിനിമേൻ്റെ 4-ാം ഭാഗം. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ ശേഷിപ്പ് എന്ന് പറഞ്ഞ മലയാള സിനിമേൻ്റെയാണ്. നിലവിൽ നമ്മുടെ സൺ നെക്സ്റ്റ് വഴിയാണ് പടത്തിൻ്റെ OTT റിലീസ് നടന്നിരിക്കുന്നത്. സൺ നെക്സ്റ്റിലെ സിനിമ ജനുവരി മാസം 23-ാം തീയതി മുതലാണ് സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ശേഷിപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ സൺ നെക്സ്റ്റ് സിനിമ ഡയറക്റ്റായിട്ട് OTT റിലീസാണ് ചെയ്തത്. തിയേറ്റർ റിലീസൊന്നും അല്ല ചെയ്തത്. ഡയറക്റ്റ് OTT റിലീസാണ് പോയത് നമ്മുടെ ശേഷിപ്പ് എന്ന് പറഞ്ഞ മലയാള സിനിമ. എന്തായാലും പടത്തിൻ്റെയും നല്ല അഭിപ്രായം കേട്ട് കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക്. അടുത്ത അവസാനത്തെ OTT അപ്ഡേറ്റ് ആണ് സർവ്വമയം എന്ന് പറഞ്ഞ നിവിൻ പോളി, അതുപോലെ തന്നെ റിയ ഷിബു, അജു വർഗീസ് എന്നിവർ അഭിനയിച്ച മലയാള സിനിമ. ക്രിസ്മസ് മാസമാണ് സിനിമ റിലീസിന് വന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് പടത്തിൻ്റെ OTT അവകാശം മേടിച്ചിരിക്കുന്നത്. ജനുവരി മാസം 30-ാം തീയതി നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ നിവിൻ പോളി സർവ്വമയം സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ.